ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മാമ്പഴത്തിരയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മാങ്ങാത്തിരയെന്നും പറയാം. അതിനുവേണ്ടി ഞാനിവിടെ നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അതിൻ്റെ ജ്യൂസൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ ഞെട്ടുഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ജ്യൂസ് പിഴിഞ്ഞ് അരിച്ചൊക്കെ എടുക്കണം. കാരണം നാട്ടുമാങ്ങ ആകുമ്പോൾ ഇതിന് നാരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് തിര ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ 30 മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുഴുവനും ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് സ്റ്റെയിനറിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നേരത്തെ ഞാൻ വേറൊരു രീതിയിലുള്ളൊരു മാമ്പഴത്തിര അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട ആ രീതിയിലും ട്രൈ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ മാമ്പഴത്തിരയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ജ്യൂസ് മുഴുവനും അരിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഈ ഉണങ്ങിയതിന് ശേഷം ഈ മാങ്ങാത്തിര ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ നെയ്യ് പുരട്ടി എടുക്കുന്നത്. നേരത്തെയുള്ള ആൾക്കാരെ പരമ്പിലും പായലുമൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് 2 ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കിട്ടി. അത് 3 ദിവസത്തെ വെയിലുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഇളക്കിയെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഈ മാമ്പഴ സീസണിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല വെയിലൊക്കെ അല്ലേ. ഇതേണ്ട കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇളകി ഒരു പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അത് റോൾ ചെയ്തെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് 6 മാസം വരെ പുറത്തും ദീർഘനാൾ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു പിച്ചാത്തി കൊണ്ടോ കട്ടർ കൊണ്ടോ പിസ്സ കട്ടർ വെച്ചോ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ വരയിട്ടതിന് ശേഷം റോൾ ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ റോൾ ചെയ്ത് നമുക്ക് പാത്രങ്ങളിൽ സൂക്ഷിച്ച് വെക്കാനും സൗകര്യം ഇതുപോലെ റോളാക്കി എടുക്കുന്നതാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ 2 പ്ലേറ്റിലേതും ഇതുപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇത് മിക്കവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു സാധനമാണ്. ഇത് ആം പപ്പട് എന്നൊക്കെ പറഞ്ഞ് ഈ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും മാളുകളിലും ഒക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട്. നല്ല വിലയാണ്. കണ്ടോ, എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.